അടുത്തതാണ് എക്സ്പ്രഷൻസ്. എക്സ്പ്രഷൻസ് പറഞ്ഞാൽ എന്താ? കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻസ്. നേരത്തെ പറഞ്ഞാൽ എ പ്ലസ് ബി. എ പ്ലസ് ബി അറിയുന്നത് എന്താ? ഒരു എക്സ്പ്രഷൻ ആണ്. എ പ്ലസ് ബിയിൽ എന്തൊക്കെ ഉണ്ട്? എയും ബിയും എന്താണ്? ഓപ്പറൻസ് ആണ്. എ പ്ലസ് ബി എന്താണ്? എക്സ്പ്രഷൻ ആണ്. അതിലുള്ള പ്ലസ് എന്താണ്? ഓപ്പറേറ്റർ ആണ്. ഓക്കെ, 3 ടേം പഠിച്ചല്ലോ. അപ്പൊ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ്, അതായത് പ്ലസ്, മൈനസ്, സബ്സ്ട്രാക്ഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷന്റെ ഇതിന്റെ ഒക്കെ സിമ്പിളാണ് എന്ത്? ഓപ്പറേറ്റേഴ്സ്. കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻസ്. എയും ബിയും സിയും ഡിയും ഇയും വൈയും എന്തും ആവാം. ആ സംഭവമാണ് എന്ത്? ഓപ്പറൻസ്. അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷനാണ് എന്ത്? എക്സ്പ്രഷൻസ് എന്ന് വിളിക്കുക. ഓക്കെ, 3 ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസ്. അരിത്തമാറ്റിക് എക്സ്പ്രഷൻ, മനസ്സിലായോ? അരിത്തമാറ്റിക് എക്സ്പ്രഷൻ എന്താ? ആ ഒരു എക്സ്പ്രഷനിൽ എന്ത് ചെയ്യും? അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ആവുക. അതിനാണ് അരിത്തമാറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറയാം. മനസ്സിലായില്ലേ? അതായത് എം പ്ലസ് എൻ ഇൻറ്റു വൈ. അവിടെ 2 ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒന്ന് പ്ലസും ഒന്ന് എന്താണ്? മൾട്ടിപ്ലിക്കേഷനും ഒന്ന് അഡീഷനുമാണ്. ഓക്കെ, ഇത് രണ്ടുമാണ് എന്ത്? ഇവിടുത്തെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഈ ഒരു എക്സ്പ്രഷനിൽ ഇത് മൊത്തം ഒരു എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ മൊത്തം എക്സ്പ്രഷനിൽ ഈ എമ്മും എന്നും വൈയും എന്താണ്? ഓപ്പറൻസ് ആണ്. ഈ പ്ലസും മൾട്ടിപ്ലിക്കേഷനും എന്താണ്? ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പൊ ഇത് ടോട്ടലിന് എന്താ വിളിക്കാത്ത ഒരു എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഇത് എന്താണ്? അരിത്തമാറ്റിക് എക്സ്പ്രഷൻ ആണ്. കാരണം ഇത് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്താണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടില്ല, സോറി. ഇൻഡിജർ എക്സ്പ്രഷൻ. ഇൻഡിജർ എക്സ്പ്രഷൻ കണ്ടെയ്ൻ ഇൻഡിജർ ഓപ്പറൻസ്. അതായത് ഈ ഓപ്പറൻസ് ഇവിടെ ഇൻഡിജർ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇൻഡിജർ ഇത് മൊത്തം ഞാൻ പറഞ്ഞില്ല, ഇതൊരു എക്സ്പ്രഷൻ ആണെന്ന്. ഇതിൽ ഓപ്പറൻസ് ആണ് എം എൻ വൈയും. ഇതിൽ ഇൻഡിജർ ആയിട്ടുള്ള ഓപ്പറൻസ് വരാണെങ്കിൽ അതെന്താ? ഇൻഡിജർ എക്സ്പ്രഷൻ ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് റിയൽ എക്സ്പ്രഷൻ അതെന്താ? റിയൽ ഓപ്പറൻസ്. നേരത്തെ പഠിച്ച പോയിന്റ് ഫ്രാക്ഷനിൽ വരികയാണെങ്കിൽ അതെന്താ? റിയൽ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എക്സ്പ്രഷൻ ആണ്. ഇനി കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എന്നാൽ കോൺസ്റ്റന്റ് ആയിട്ട് 5+7 ഡിവൈഡ് ബൈ 3 ഇങ്ങനത്തെ ഒരു സംഭവം വരികയാണെങ്കിൽ എന്താ? ഓപ്പറന്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ? അതൊരു കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ. അത് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ അടുത്ത റിലേഷണൽ എക്സ്പ്രഷൻ. കണ്ടെയ്ൻസ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒന്നിനോട് എന്താ സാമ്യപ്പെടുത്തുന്നതും വ്യത്യാസപ്പെടുത്തുന്നതുമായ ചെക്ക് ചെയ്യണ ഒരു സംഭവമാണ്. അതായത് എക്സ് ഇതിനെക്കാട്ടും വലുതാണ്, ആ ഒരു സംഭവമാണ്. അപ്പോ ആ ഒരു എക്സ്പ്രഷൻ, അതായത് എക്സും വൈയും ഓപ്പറൻസിൽ റിലേഷണൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ യൂസ് ചെയ്യണം. ആ ഒരു എക്സ്പ്രഷനാണ് റിലേഷണൽ എക്സ്പ്രഷൻ. ലോജിക്കൽ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇത് ലോജിക്, ഇതും പിന്നെ ഇത് അറിയണത് ആൻഡ് പഠിച്ചില്ലേനോ? ആൻഡ് ആണിത്. ഇതേമാതിരി 2 ബാർ വരും. ആ 2 ബാർ എന്താണ്? അതെന്തിനും ഓർ. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു എക്സ്പ്രഷൻ വരികയാണ്, അത് ലോജിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, ഇനി അടുത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഏകദേശം ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ ഇട്ടുതരാം. ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സെക്ഷൻ ഇട്ടുതരാം. ഓക്കെ, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. അതായത് നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, ഇൻഡി എ ഈസ് ഈക്വൽ ടു 18. അങ്ങനത്തെ നേരത്തെ പഠിച്ചില്ലേ, ഇൻഡിജർ എ ഈസ് ഈക്വൽ ടു 18. അതായത് ഡിക്ലെയർ ചെയ്യുക. ഇവിടെ നമ്മൾ പഠിച്ചതാ, ഇവിടെ പഠിച്ചതാണ്ടോ? ഇവിടെ ഇതുണ്ടോ? ഇതിനെ, അതായത് ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ് ചെയ്യണത്. അപ്പൊ ഇതിൽ പറയണത് എന്താ? സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ഡാറ്റ ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ. അതായത് ആ ഒരു 18 എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ സ്റ്റോർ അല്ല, ഒരു എ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യണത് എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് എന്നുള്ളത് ഡിക്ലെയർ ചെയ്യണതാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. അതായത് ഫ്ലോട്ട്, ആവറേജ് പറഞ്ഞാൽ ആവറേജ്, ഫ്ലോട്ട് എന്നൊക്കെ മനസ്സിലായി, നേരത്തെ പറഞ്ഞില്ലേ ഫ്ലോട്ട്. അതായത് എങ്ങനത്തെ വേരിയബിൾ ആണ്, അല്ല എങ്ങനത്തെ ഡാറ്റയാണ് ആ വേരിയബിൾ സ്റ്റോർ ചെയ്യണമെന്ന് ഡിക്ലെയർ ചെയ്യണതാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് അറിയുന്നത്, അതായത് ഒരു വേരിയബിൾ, ഇപ്പൊ ഏതാണ് വേരിയബിളിന് 15 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിനാണ് എന്താ? അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് എ ഈസ് ഈക്വൽ ടു 15. അത് നമ്മളൊരു അസൈൻമെന്റ് ചെയ്യണമെങ്കിൽ 15 ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റാണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, അതായത് സി ഇൻ സ്കോർ ചെയ്യാൻ പറഞ്ഞില്ല, അതായത് സി ഇൻ സ്കോർ, അതായത് ഒരു കുട്ടി 50ൽ 40 സ്കോർ ചെയ്തു. അപ്പൊ 50ൽ 40 പറയുന്ന സ്കോർ എന്ത് ചെയ്യണം? അതിൽ 40 സ്കോർ ചെയ്തത് പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സി ഇൻ 40 എന്ന് കൊടുക്കും. ഇവിടെ സ്കോറിനോട് 40 എന്നേക്കും കൊടുക്കുക. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സി ഇൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുക്കുക. അപ്പൊ ഇതിന് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്താ? ഔട്ട്പുട്ട് ഓപ്പറേഷൻ. അതായത് ഇതേമാതിരി ആ ഒരു 50ൽ 40 സ്കോർ ചെയ്തിരിക്കണമെന്ന് ഔട്ട്പുട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഇൻപുട്ട് ചെയ്തു, അത് ഔട്ട്പുട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണ്ട. അതിനാണ് സി ഔട്ട്